ഹായ്, ഇന്ന് ഗോതമ്പ് പൊടി വെച്ചിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. ഏകദേശം ഗുലാബ് ജാമുൻ്റെ അതേ ടേസ്റ്റ് വരുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പം അതിൻ്റെ തൊട്ടപ്പുറം ഒരു ബെല്ലൈക്കൺ കൂടി വരും, അതും കൂടി ഒന്ന് പ്രസ് ചെയ്യുക, നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. ഇതിനായിട്ട് ആദ്യം നമ്മൾ ഷുഗർ സിറപ്പാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഒരു കപ്പ് ഷുഗർ നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ആഡ് ചെയ്യാം. ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കായ് പൊടിയും കൂടി ചേർത്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റോളം ഇത് തിളച്ചിട്ട് ഒന്നങ്ങ് കുറുകി കിട്ടണം. അതായത് നമ്മൾ എടുത്ത ആ ഒരു ക്വാണ്ടിറ്റിയിൽ നിന്ന് ഒരു 1/4 ഭാഗം വറ്റി കിട്ടണം. അതുവരെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് നന്നായിട്ട് തന്നെ തിളച്ചിട്ട് ഷുഗർ മെൽറ്റായി. ഞാൻ പറഞ്ഞ പോലെ ഒരു 1/4 ഭാഗം വറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഗോതമ്പ് പൊടി ഒന്ന് വേവിച്ചെടുക്കണം. സാധാരണ നമ്മൾ വെള്ളത്തിൽ മാത്രം വേവിച്ചെടുക്കുമ്പം ഇത് അത്ര സോഫ്റ്റായി കിട്ടൂല. അപ്പോൾ ഒരു 3/4 കപ്പ് പാലും ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ടാണ് ഞാൻ ഗോതമ്പ് പൊടി വേവിച്ചെടുക്കുന്നത്. ഇത് നല്ല സോഫ്റ്റ് ആയിരിക്കും. ഗോതമ്പ് പൊടിയുടെ ആ ഒരു റോസ് സ്മെല്ലൊക്കെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 2 നുള്ളി ഏലക്കായ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളുടെ കയ്യിൽ സാഫ്രോൺ ഉണ്ടെങ്കിൽ ഒരു 2 അത്രയും കുറച്ച് സാഫ്രോൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ പാൽ അത്യാവശ്യം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കണം ഇനി. അപ്പോൾ ഞാനൊരു ടോട്ടൽ 3/4 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഫുള്ളായിട്ട് ആദ്യം നമുക്കങ്ങ് ചേർത്ത് കൊടുക്കണ്ട. ആദ്യം കുറച്ച് ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ പാൽ അതിലുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഗോതമ്പ് പൊടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. പിന്നെ ഒരുപാട് അങ്ങ് ചേർത്ത് കൊടുക്കുമ്പം അതങ്ങ് കുക്കായി കിട്ടൂല. അപ്പോൾ നമ്മുടെ ചപ്പാത്തിക്കൊക്കെ മിക്സ് ചെയ്യുന്നത് പോലെ നല്ലൊരു മാവായിട്ട് വരുന്നത് വരെ നമ്മൾ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ ഇത് വേവിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നല്ല സ്റ്റിക്കി ആയിട്ട് ഇതിലങ്ങ് ഒട്ടിപ്പിടിക്കും. അപ്പം അവസാനം 1-2 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുക. ഓയിൽ ചേർത്താലും കുഴപ്പമില്ല, പക്ഷെ നെയ്യ് ചേർക്കുമ്പോഴായിരിക്കും ടേസ്റ്റ് ഉണ്ടാവുക. നെയ്യ് ചേർത്തിട്ട് നമ്മളൊന്ന് മിക്സ് ആക്കുമ്പം ഇതുപോലെ നല്ല കട്ടിയുള്ള ഒരു മാവായിട്ട് വരും. അപ്പോൾ തന്നെ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ആ ചൂടോടെ തന്നെ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മളൊന്ന് കുഴച്ചെടുക്കണം. ഇനി നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. കയ്യിൽ കുറച്ച് എണ്ണ തടവിയതിന് ശേഷം ചെറിയൊരു ബോൾ എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ഒരു സിലിണ്ടറിക്കൽ ഷേപ്പാക്കിയിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കണം. ഒരുപാട് കനത്തിലങ്ങ് ഉരുട്ടിയെടുക്കണ്ട. ഈ ഒരു തിക്നെസ് മതിയാവും. ഒരുപാടായാലും നമുക്ക് ഉൾഭാഗം വെന്ത് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഇതൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. ഇങ്ങനെ വരച്ചു കൊടുത്താൽ മതി. പിന്നെ ടൂത്ത് പിക്കിൽ മാവ് ഒട്ടിപ്പിടിക്കും. ഗോതമ്പ് പൊടി ആയതുകൊണ്ട് എന്തായാലും ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഒരുപാട് ഒട്ടിപ്പിടിച്ചാൽ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതൊന്ന് തുടച്ചിട്ട് ടൂത്ത് പിക്ക് ഒന്ന് തുടച്ചതിന് ശേഷം ബാക്കിയുള്ളത് ഷേപ്പ് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യുന്നവർക്ക് ഇങ്ങനെ ചെയ്യാം. ഇങ്ങനെ ഞാനൊന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്നും ചെയ്തിട്ടില്ല. ആ ടൂത്ത് പിക്ക് വെച്ചിട്ട് ചുറ്റും ഇങ്ങനെ ഒരു ലൈൻ ഇട്ട് കൊടുത്തു. കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എങ്ങനെ ചെയ്തതെന്ന്. ഇപ്പം ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ ഈസി ആയിട്ടുള്ള വേറൊരു മെത്തേഡ് ഞാൻ കാണിച്ചു തരാം. പൈപ്പിംഗ് ബാഗ് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ടൈപ്പിലുള്ള നോസിലും ആവശ്യമുണ്ട്. പിന്നെ ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല കേട്ടോ. ഞാൻ ആദ്യം ചെയ്ത ആ ഒരു മെത്തേഡ് ചെയ്താലും മതി. പിന്നെ കുറച്ച് ഈസി ആയിരിക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ. ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് നോസിലിട്ട് കൊടുത്തിട്ട് പൈപ്പിംഗ് ബാഗിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ആ മാവ് ഒന്ന് നിറച്ച് കൊടുക്കാം. ഇതുപോലെ ഒരു പൈപ്പിംഗ് ബാഗ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് വലിച്ചെടുക്കുക. അപ്പോൾ വിട്ടു പോരാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ കത്രിക വെച്ചിട്ട് കട്ട് ചെയ്താലും മതി, അല്ലെങ്കിൽ കൈ വെച്ചിട്ട് ഒന്ന് വലിച്ചെടുത്താലും മതി. ഈസി ആയിട്ട് കിട്ടിക്കോളും. ഇത് ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. ഇതാകുമ്പോൾ ചെറിയ സ്വീറ്റ്സാണ് ഉണ്ടാവുക. ഞാൻ എന്തായാലും മറ്റേതും കുറച്ച് ചെയ്യുന്നുണ്ട്, ഇങ്ങനെയൊന്ന് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു ബാഗ് എടുക്കുന്ന സമയത്ത് നമ്മൾ അത്യാവശ്യം നല്ല പ്രഷർ കൊടുത്തിട്ടാട്ടോ ഇതിങ്ങനെ വലിച്ചെടുക്കുന്നത്. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള പൈപ്പിംഗ് ബാഗ് എടുക്കാൻ ശ്രദ്ധിക്കണം. നമ്മുടെ നാട്ടിൽ 3 രൂപക്കൊക്കെ കിട്ടുന്ന ഒരു ബാഗ് ഉണ്ട്. അതൊക്കെ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ അതങ്ങ് പൊട്ടിപ്പോകും. അപ്പോൾ അങ്ങനത്തെ ഒന്നും എടുക്കരുത്. നല്ല ക്വാളിറ്റിയുള്ള ബാഗ് തന്നെ എടുക്കണം.
നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. സാധാരണ നമ്മൾ എന്ത് ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെയാണ് ഇതും ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. നമ്മൾ വേവാൻ വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കരുത്. അത്രയും സോഫ്റ്റാണ് ഇത്. അലിഞ്ഞ് പിന്നെ ബാക്കിയൊക്കെ എണ്ണയിൽ തന്നെ ഉണ്ടാവും. അപ്പം നല്ല ചൂടുണ്ടായ സമയത്ത് ഒന്നങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ കുറച്ച് ആ വലിയ സൈസിലുള്ളതും ഉണ്ടാക്കിയിട്ടുണ്ട്. അതും ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതും ഇതുപോലെ തന്നെ മീഡിയത്തിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ ആദ്യം ഫ്രൈ ചെയ്തെടുത്തത് ഡയറക്റ്റ് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ച ഷുഗർ സിറപ്പിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കാം. ഫ്രൈ ചെയ്തെടുത്ത ഉടനെ തന്നെ ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കണം. ഞാൻ ആദ്യം എടുത്ത നോസിലില്ലേ, അതിൻ്റെ കുറച്ച് വലിയ ഒരു നോസിലാണിത്. പിന്നെ ഇതാവുമ്പോൾ കുറച്ച് വലിയ ജാമുനായിരിക്കും കിട്ടുക. അത്ര വലുതൊന്നുമല്ല, മീഡിയം സൈസ്. ഇതും ഫ്രൈ ചെയ്തെടുത്തിട്ട് നമുക്ക് ഷുഗർ സിറപ്പിലേക്ക് മാറ്റാം. എല്ലാം ഷുഗർ സിറപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതുപോലെ മുങ്ങിക്കിടക്കാൻ പാകത്തിന് വേണം ഇത് വെക്കാൻ വേണ്ടിയിട്ട്. 1 മണിക്കൂർ നമുക്ക് ഇതുപോലെ ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് വെക്കാം. 1 മണിക്കൂർ മതി, അധികമൊന്നും വെക്കേണ്ട. അപ്പോഴത്തേക്ക് തന്നെ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവും. അപ്പോൾ ഞാനിത് 1 മണിക്കൂർ അടച്ച് മാറ്റി വെക്കുകയാണ്. 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളൊന്ന് കാണിച്ചു തരാം. കണ്ടില്ല, ഇത്രയും സോഫ്റ്റാണ്. വായിലിട്ട് അലിഞ്ഞു പോകും. ഞാൻ മുന്നേ ആ പരിപ്പ് വെച്ചിട്ട് ചെയ്ത അതുപോലെ തന്നെ നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഗോതമ്പ് പൊടി വെച്ചിട്ടും ഇങ്ങനെ അടിപൊളി ഒരു റെസിപ്പി ഉണ്ട്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നോട് ഫീഡ്ബാക്കൊക്കെ പറയണം. പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക്